തെരുവുനായ കേസിൽ സുപ്രധാന ഉത്തരവുമായി സുപ്രീംകോടതി. അപകടകാരികളായ നായ്ക്കളെ കൊലപ്പെടുത്താൻ സുപ്രീംകോടതി അനുമതി നൽകി. നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ നടപടി എടുക്കരുതെന്നാണ് കോടതി നിർദ്ദേശം. നിലവിലുള്ള ABC കേന്ദ്രങ്ങൾ നിലവാരമില്ലാത്തതെന്ന് മുൻ കേന്ദ്രമന്ത്രി മേനകാ ഗാന്ധി പ്രതികരിച്ചു. രാജ്യത്തെ തെരുവുനായ ആക്രമണങ്ങളുടെ കണക്ക് നിരത്തിയാണ് സ്വമേധയാ എടുത്ത കേസിലെ സുപ്രീം കോടതിയുടെ വിധി. ABC ചട്ടങ്ങൾ കർശനമായി പാലിക്കണം. വീഴ്ച വരുത്തിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ കോടതി അലക്ഷ്യ നടപടിയെടുക്കും. അപകടകാരികളായ നായ്ക്കളെ കൊല്ലാം. നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കരുത്. തെരുവുനായ്ക്കളെ പിടികൂടിയ ഇടത്ത് തിരികെ തുറന്നുവിടരുത്. സർക്കാർ ആശുപത്രികളിൽ റാബിസ് വാക്സിൻ, ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്നിവയുടെ മതിയായ ലഭ്യത ഉറപ്പാക്കണം. നായ്ക്കടിയേറ്റ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് ആശുപത്രികളിൽ പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. എല്ലാ ജില്ലയിലും ABC സെന്റർ സ്ഥാപിക്കണം. ദേശീയപാതകളിലും എക്സ്പ്രസ് വേയിലും മൃഗങ്ങളുടെ സാന്നിധ്യം ഒഴിവാക്കാൻ ദേശീയപാത അതോറിറ്റി നടപടിയെടുക്കണം തുടങ്ങിയവയാണ് കോടതിയുടെ നിർദ്ദേശങ്ങൾ. സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നുവോ എന്ന് ഹൈക്കോടതികൾ പരിശോധിക്കണം. നടപ്പാക്കിയ കാര്യങ്ങൾ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർ ഓഗസ്റ്റിൽ ഹൈക്കോടതികളെ ബോധിപ്പിക്കണം. ABC ചട്ടങ്ങൾ പാലിക്കുന്നതിൽ ബന്ധപ്പെട്ട അധികാരികൾ വരുത്തിയ വീഴ്ചയാണ് ഇന്നത്തെ ഭയാനക സാഹചര്യം സൃഷ്ടിച്ചതെന്ന് സുപ്രീം കോടതി വിധിയിൽ പറയുന്നു. നിലവിലുള്ള ABC കേന്ദ്രങ്ങൾ നിലവാരമില്ലാത്തത് എന്നായിരുന്നു കോടതി വിധിയിൽ മുൻ കേന്ദ്രമന്ത്രി മനേകാ ഗാന്ധിയുടെ പ്രതികരണം. हमारा डिमांड ये है कि ABC सेंटर बनाओ और तमीज से बनाओ. जो ABC सेंटर्स बने हैं वो बहुत ही घटिया हैं और वो लोगों के रिश्तेदारों को दिए गए. MCD वालों ने अपने लोगों को दिए, किसी को किसी ने दिया और फिर वो जानवरों को ठीक से नहीं रखते हैं. 24 दिल्ली. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.